ആ ഓപ്പറേഷൻ നിശ്ചയിച്ചതിന് ഒരു 2 ദിവസം മുമ്പ് ആ ഡോക്ടറെ അടുത്ത് എത്തിയിട്ട് അവർ വീണ്ടും സ്കാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന നിലയിൽ ആ മുഴ ഉണ്ടായിരുന്നില്ല, അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം ഇവിടെ വന്ന് തൊഴുത് ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. ഭഗവാനകത്ത് ഉണ്ട്, അത് നമുക്ക് ആ ഒരു ഇതിൽ കാണാൻ പറ്റും. നമുക്ക് എന്ത് കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സാധിച്ചു കിട്ടും. ഞാനിവിടെ വന്ന് പരീക്ഷയ്ക്ക് മുമ്പ് തൊഴുതു, അത് കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മാർക്കോടെ ജയിക്കാറുണ്ട്. എല്ലാ മാർക്ക് കൊണ്ടും ഞാൻ ജയിച്ച് ക്ലാസ്സിലെ ഫസ്റ്റാണ്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് ഇടവെട്ടി എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ക്ഷേത്രസന്നിധി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിപ്രസിദ്ധമായ തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതിപുരാതനവും അതിമനോഹരവുമായ ഒരു ക്ഷേത്രമാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ചതുര ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി വാണരുളുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ വാണരുളുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഉദ്ദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരായ അശ്വിനി ദേവപുത്രനായ നകുലനാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തരുടെയും രോഗദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ശക്തി പ്രഭാവത്തോടെയാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിനകത്ത് ശിവൻ, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവരെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി ദുർഗ, ഭുവനേശ്വരി എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തായി ചെറിയൊരു ശ്രീകോവിലിൽ ബ്രഹ്മരക്ഷസിനെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ശ്രീധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു നാഗത്തറയിൽ നാഗരാജാവിനെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇത്രയുമാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കർക്കിടകം 16 നടത്തി വരുന്ന ഔഷധ സേവ അതിവിശേഷമാണ്. ഈ വിശേഷ ദിവസം ഒരു നേരത്തെ ഔഷധം സേവിക്കുന്ന ഭക്തനെ ഒരു വർഷക്കാലം മുഴുവൻ രോഗമൊന്നും വരാതെ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി സംരക്ഷിക്കും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും. അതുകൊണ്ട് തന്നെ ഈ ഔഷധ സേവയിൽ പങ്കെടുക്കുന്നതിനായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഈ പ്രത്യേകതകൾ കൊണ്ട് കർക്കിടക മാസത്തിൽ ഔഷധ സേവ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ അതിപ്രശസ്തമാണ് ഈ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇടവെട്ടി ഔഷധ സേവ കർക്കിടകം 16 കർക്കിടക മാസത്തിൻ്റെ മധ്യ ദിവസമാണ് പതിവ്. ഈ വർഷം അത് ഓഗസ്റ്റ് 1 തീയതി ശനിയാഴ്ചയാണ്. ഈ കർക്കിടകം 16 പ്രാധാന്യം എന്താ വെച്ചാൽ കർക്കിടക മാസത്തിൻ്റെ മധ്യ ദിവസമാണ്. കർക്കിടക മാസത്തിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവുന്നത്. മൺസൂണിൻ്റെ അല്ലെങ്കിൽ നിറഞ്ഞ മഴ, എല്ലാ കാലത്തും മഴയായതുകൊണ്ട് ആ സമയത്താണ് പകർച്ചപ്പനികളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവാറ്. ആ കർക്കിടക മാസത്തിൻ്റെ മധ്യ ദിവസം ക്ഷേത്രത്തിൽ വന്നിരുന്ന് ഒരു പ്രതിരോധ ഔഷധം, ആ പ്രതിരോധ ഔഷധം 3 ഔഷധങ്ങളാണ് അതിലുള്ളത്. ആ ഔഷധങ്ങളും ഈ ക്ഷേത്രത്തിൽ നിന്ന് നേദിച്ചെടുത്ത വെണ്ണയും ചേർത്ത് 3 ഗ്രാം ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഔഷധം ആലിലയിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ധന്വന്തരി പ്രാർത്ഥനയോടുകൂടി, ധന്വന്തരിയുടെ 2 പ്രാർത്ഥനാമന്ത്രങ്ങളും ഇടവെട്ടി ഭഗവാന്റെ ഒരു പ്രാർത്ഥനാമന്ത്രവും ചൊല്ലി സേവിക്കുക എന്നുള്ളതാണ് ഔഷധ സേവ എന്നുള്ള ചടങ്ങ്.
ആ ഒരു നേരം ഔഷധം കൊണ്ട് തന്നെ ഒരാണ്ട് രോഗമുക്തി ലഭിക്കും എന്നതാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഔഷധ സേവയ്ക്ക് ഇവിടെ നിന്ന് കേരളത്തിലോ കേരളത്തിന് വെളിയിൽ നിന്നോ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കേരളത്തിന് വെളിയിൽ നിന്നും ഒക്കെ ധാരാളം ആൾക്കാർ ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രഭാവം, ഔഷധ സേവയുടെ പ്രസിദ്ധിയും പ്രഭാവവും ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക്, ഈ ധന്വന്തരി ക്ഷേത്രങ്ങളിലേക്ക്, ഇടവെട്ടി ധന്വന്തരി ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലെയും തിരുവോണം നാളിൽ നടത്തിവരുന്ന തിരുവോണഊട്ടും അതിപ്രസിദ്ധമാണ്. ഈ തിരുവോണഊട്ടിൽ പങ്കെടുക്കുന്നവർക്കും തിരുവോണഊട്ട് വഴിപാടായി സമർപ്പിക്കുന്നവർക്കും ഉദ്ദിഷ്ടകാര്യസിദ്ധി കൈവരും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും. ഈ തിരുവോണഊട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ഐതിഹ്യ കഥയുണ്ട്. ആ ഐതിഹ്യ കഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം. ഈ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ച നകുലൻ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഭഗവാന് ആദ്യമായി നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ച നകുലൻ്റെ മുന്നിൽ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ചരിത്രം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയത് വടക്കുംകൂർ രാജാവായിരുന്നു. ഈ വടക്കുംകൂർ രാജാവിന് സന്തതികൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹം അതീവ ദുഃഖിതനായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ ക്ഷേത്രത്തിൽ രാജാവ് ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയത്. പുനഃപ്രതിഷ്ഠ നടത്തിയ രാജാവിൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തിരുവോണഊട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞു. തൊട്ടടുത്ത മാസം തിരുവോണ നാളിൽ രാജാവ് ഭഗവാന് ആചാരപൂർവ്വം തിരുവോണൂട്ട് നടത്തുകയും അതോടുകൂടി രാജാവിന് സത്സന്താന ലബ്ധി ഉണ്ടാകുകയും ചെയ്തു. ആ സന്താനങ്ങൾക്ക് വിവാഹപ്രായമായപ്പോൾ ഭഗവാൻ അവർക്ക് അനുയോജ്യരായ വധൂവരന്മാരെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ സത്സന്താന ലബ്ധിക്കും വിവാഹ തടസ്സം നീങ്ങുന്നതിനും തൊഴിൽ സംബന്ധമായ പുരോഗതിക്കും ഈശ്വരാധീനത്തിനും വേണ്ടി നിരവധി ഭക്തജനങ്ങളാണ് ഈ തിരുവോണഊട്ടിൽ സംബന്ധിക്കുകയും തിരുവോണഊട്ട് വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നടത്തിവരുന്ന മഹാ തിരുവോണഊട്ടിൽ പങ്കെടുക്കുന്നതിനായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരാറുള്ളത്. ഈ മഹാ തിരുവോണഊട്ടിൽ അന്നേ ദിവസം 41 കൂട്ടം വിഭവങ്ങളാണ് ഭക്തജനങ്ങൾക്കായി വിളമ്പുന്നത്. കൂടാതെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും 2ാമത്തെ ഞായറാഴ്ച സൗഖ്യ അഭീഷ്ട സിദ്ധി പൂജയും നടത്തിവരുന്നു. എല്ലാ ഇംഗ്ലീഷ് മാസവും 2ാമത്തെ ഞായറാഴ്ചയാണ് ഇവിടെ സൗഖ്യാഭീഷ്ട സിദ്ധി പൂജ നടക്കുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സൗഖ്യവും അഭീഷ്ടസിദ്ധിയും പ്രദാനം ചെയ്യുന്ന ഒരു പൂജയാണ്. വലിയൊരു സങ്കല്പമാണ് ആ പൂജയുടെ പിന്നിലുള്ളത്. അതായത് മുജ്ജന്മത്തിൽ നമ്മൾ ആർജിച്ച കർമ്മഫലങ്ങളിൽ ദുഷ്കർമ്മമാണ് സത്കർമ്മത്തേക്കാൾ അധികരിച്ചു നിൽക്കുന്നതെങ്കിൽ അത് ആദിവ്യാധികൾക്കും ദുരിതങ്ങൾക്കും കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ അത് പടിപടിയായി കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പൂജയുടെ ഒരു സങ്കല്പം. നേരിട്ടിവിടെ വരാൻ സാധിക്കാത്തവർക്കും ഈ പൂജയിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അവരവരുടെ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൊല്ലി പറ്റുമെങ്കിൽ ഒരാഴ്ചക്കാലം വെജിറ്റേറിയനായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. കാരണം നേരിട്ട് പങ്കെടുക്കാൻ പറ്റാതെ നമ്മൾ അവരവരുടെ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പൂജയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് രാവിലെ 8:30 ഒരു 17 പ്രദക്ഷിണത്തോടു കൂടിയാണ്. അതിനുശേഷം 9:30 തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ വേദം ജപിക്കുന്നുണ്ട്, ഔഷധ സൂക്തം ജപിക്കും നമ്മുടെ ക്ഷേത്രത്തിൽ മണ്ഡപത്തിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വരുന്ന ആളുകളൊക്കെ ചുറ്റമ്പലത്തിൽ ഇരുന്നുകൊണ്ട് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണം, അല്ലെങ്കിൽ രോഗങ്ങൾ ശമിപ്പിക്കണം എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ വേദജപം കേൾക്കുക. അതിനുശേഷം നമുക്ക് പ്രസന്ന പൂജയ്ക്ക് നടയടച്ച് തുറന്നു കഴിയുമ്പോൾ മേൽശാന്തി ഈ ഔഷധ സൂക്തം ജപിച്ച് ചൈതന്യവത്താക്കിയ വെണ്ണയാണ് നൽകുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് മേൽശാന്തി നൽകുന്ന വെണ്ണയുമായിട്ട് വേണം ഇവിടെ തന്നെ ഈ ഭാഗത്തൊക്കെ നിറയെ വിളക്കുകളായിരിക്കും. അതിന് ചുവട്ടിൽ വന്നിരുന്ന് പിന്നീട് ആചാര്യന്മാർ ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റുചൊല്ലിക്കൊണ്ട് പുഷ്പങ്ങൾ അർച്ചന നടത്തിയിട്ട് 17 പ്രദക്ഷിണത്തിന് ശേഷം ഈ പൂജയ്ക്ക് ശേഷം ഒരു 4 പ്രദക്ഷിണം കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന 2 വഴിപാടുകളെക്കുറിച്ച് കൂടി പറയാം. ഒന്ന് നാണയപ്രയാണ്. ഈ നാണയപ്രയും അതുപോലെ തന്നെ നാണയം കൊണ്ടുള്ള തുലാഭാരവും ഇവിടെ വളരെ വിശേഷമാണ്. ഈ 2 വഴിപാടുകളും ഇവിടെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ഭക്തജനങ്ങളുടെ മനസ്സിൽ ഭഗവാനായിട്ട് തോന്നിപ്പിച്ച വഴിപാടുകളാണ്. ഈ നാണയപ്പറ നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാഗ്രഹത്തോടു കൂടിയാണോ നാണയപ്പറ സമർപ്പിക്കുന്നത് ആ ആഗ്രഹങ്ങളൊക്കെയും ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏത് ദിവസം വന്നാലും നമുക്ക് നാണയപ്പറ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജയുടെ അന്ന് ഈ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ നാണയപ്പറ അന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ആഗ്രഹത്തോടു കൂടിയാണോ ഭഗവാന് നാണയപ്പറ സമർപ്പിക്കുന്നത് ആഗ്രഹം ഭഗവാന് മുന്നിൽ നമ്മൾ
സമർപ്പിച്ചിട്ടാണ് ഈ നാണയപ്പറ വഴിപാട് നടത്തുന്നത്. അപ്പോൾ ഈ നാണയപ്പറ വഴിപാട് നടത്തിയതിന് ശേഷം നമുക്ക് ലഭിക്കുന്നത് പറ്റിൽ പൊതിഞ്ഞൊരു നാണയമാണ്. അപ്പോൾ ആ നാണയം നമ്മൾ പേഴ്സിലോ പൂജാമുറിയിലോ സൂക്ഷിച്ചതിന് ശേഷം എല്ലാ ദിവസവും ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഏത് ആഗ്രഹത്തോടു കൂടിയാണോ ഈ നാണയപ്പറ എടുക്കുന്നത് ആ ആഗ്രഹം സാധിപ്പിച്ചു തരണമെന്നൊരു പ്രാർത്ഥന ഭഗവാന് മുന്നിൽ വയ്ക്കാം. പക്ഷേ ഈ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ നാണയം ഭഗവാന് തിരികെ സമർപ്പിച്ച്, ഉടനെ വേണമെന്നല്ല, തിരികെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു നന്ദി പറഞ്ഞ് എന്തെങ്കിലും ഒരു വഴിപാട് കഴിച്ചിട്ട് വേണം പോകാൻ എന്നുള്ളതാണ്. ധാരാളം ആളുകൾ ഈ നാണയപ്പറ എടുത്ത് അവരുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഇവിടെ തിരികെ അതൊക്കെ സമർപ്പിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റൊരു വഴിപാടാണ് നാണയം കൊണ്ടുള്ള തുലാഭാരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ നാണയം കൊണ്ടുള്ള തുലാഭാരവും ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല, ആ ഒരു വഴിപാടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഒരു ലേഡി വന്ന് അവർ ഭഗവാന് നേർന്ന ഒരു വഴിപാട്, നാണയം കൊണ്ട് ഭഗവാൻ ഒരു തുലാഭാരം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ നമുക്കിവിടെ അതിനുള്ള നാണയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ആ ലേഡിയെ മടക്കി അയച്ച് വീണ്ടും ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ ആ നാണയമൊക്കെ ശേഖരിച്ചിട്ടാണ് ആ ഒരു വഴിപാട് ഇവിടെ നടത്തിയത്. അപ്പോൾ അതിന് അവർ പറഞ്ഞത് അവരുടെ മനസ്സിലിങ്ങനെ തോന്നിച്ചു, ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന് ഒരു നാണയം കൊണ്ട് തുലാഭാരം സമർപ്പിക്കണം. അവരുടെ മകളുടെ വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഓപ്പറേഷൻ നിശ്ചയിച്ചതിന് ശേഷമാണ് ഈ വഴിപാട് നടത്താനായിട്ട് നിശ്ചയിച്ച് അവരിവിടെ വരുന്നതും പിന്നീട് ഒരു മാസത്തിന് ശേഷം മകളെ കൂട്ടി വന്ന് ഈ വഴിപാട് ആദ്യമായിട്ട് ഇവിടെ നടക്കുന്നതും. അതിനുശേഷം ആ ഓപ്പറേഷൻ നിശ്ചയിച്ചതിന് ഒരു 2 ദിവസം മുമ്പ് ആ ഡോക്ടറെ അടുത്ത് എത്തിയിട്ട് അവർ വീണ്ടും സ്കാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന നിലയിൽ ആ മുഴ ഉണ്ടായിരുന്നില്ല, അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. അപ്പോൾ അന്നു മുതൽ ആ ഒരു അനുഭവം അവർ പറഞ്ഞു, വാമൊഴിയായത് പടർന്ന് ഇപ്പോൾ രോഗശമനത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഈ ഒരു വഴിപാട് ചെയ്യാറുണ്ട്. നാണയം കൊണ്ടുള്ള തുലാഭാരം അതും എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും ഈ അത്ഭുതകൃഷ്ണനായി, ഔഷധകൃഷ്ണനായി വിരാജിക്കുന്ന ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഈ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നേടിയ ഭക്തജനങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് ഞങ്ങളുടെ നക്ഷത്രം. നമുക്ക് 22 വർഷമായിട്ട് കൊച്ചുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വരെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു. പക്ഷേ ഇല്ല എന്ന് എല്ലാം ഒന്നും വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോൾ ഇവിടെ വന്ന് നിന്നേച്ചാൽ മതി. ഭഗവാൻ പറയും ശ്രമിച്ചോ, ഉണ്ട് എന്ന് പറഞ്ഞു വിടുന്ന പോലെ ഒരു തോന്നലാണ് ഇവിടെ വരുമ്പോൾ. പിന്നെ വേണ്ട, നമുക്ക് ഒട്ടും തീരെ നിവൃത്തിയില്ലാതെ കിടക്കുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇവിടെ വരണമെന്നൊരു തോന്നലുണ്ട്. പക്ഷേ ചിലപ്പോൾ മരുന്നും കൊണ്ട് ആകെ എഫക്റ്റ് ആവും. പക്ഷേ എങ്ങനെ ഒന്ന് തൊഴുതിട്ട് പോകുന്നു എന്നുള്ളത് എനിക്കതൊരു വലിയ അനുഭവമാണ് ഇവിടെ വന്ന് കിട്ടിയത്. വന്ന് തൊഴുത് അങ്ങ് പോകണത് വീട്ടിലെത്തണേ എനിക്കറിയില്ല. അതുപോലെ ഒരു നല്ല അനുഭവം കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് അല്ലെങ്കിൽ തിരുവനസിൻ്റെ അടുത്ത് പറഞ്ഞ് തിരുവനസ് ഇന്ന വഴിപാടം കഴിച്ചേക്കാൻ പറഞ്ഞാൽ അതങ്ങ് നമ്മളത് നടത്തി കഴിഞ്ഞാൽ നമുക്കത് സാധിച്ചു കിട്ടും. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിനകത്തുനിന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാ വ്യാഴാഴ്ച ദിവസവും ഇവിടെ വന്ന് ഒരു നെയ്വിളക്ക് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ഇടവെട്ടിക്കണ്ണനെ ചെറുപ്പം മുതലേ വന്ന് പ്രാർത്ഥിച്ച് തൊഴുത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ പ്രാർത്ഥിക്കാറ്. അന്നേരം കിട്ടുന്നൊരു ചെറിയ റിലീഫുണ്ട്. അത് നമ്മുടെ വിശ്വാസമാണല്ലോ, ഓരോ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുക. അതൊക്കെ ഇവിടുത്തെ ഇടവെട്ടിക്കണ്ണനായിട്ടാണ് ഒരു കൂടുതൽ കണക്ഷൻ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടി വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു റിലീഫാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ നമുക്ക് നടത്തി തരും ഇവിടുത്തെ കണ്ണൻ. ഇപ്പം നാളെ എനിക്ക് +2 ബോർഡ് എക്സാമാണ്. അപ്പം ഞാൻ പേന പൂജിക്കാൻ വന്നതാണ്. അപ്പം എല്ലാ തവണ എക്സാമിൻ്റെ സമയത്ത് ഇവിടെ നിന്ന് പൂജിച്ചിട്ട് എഴുതുമ്പം ഒരു ചെറിയ എക്സ്ട്രാ ഒരു എനർജിയോ അല്ലെങ്കിൽ എഴുതുമ്പോൾ ഒരു എക്സ്ട്രാ ഓർമ്മയായിട്ടോ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് ഇവിടെ വന്ന് തൊഴുമ്പോൾ ഞാൻ കുട്ടിക്കാലം മുതൽ തൊഴാറുള്ളതാണ്. ഞാനിവിടെ വന്ന് പരീക്ഷയ്ക്ക് മുമ്പ് തൊഴുതു. അത് കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മാർക്കോടെ ജയിക്കാറുണ്ട്. എല്ലാ മാർക്ക് കൊണ്ടും ഞാൻ ജയിച്ച് ക്ലാസ്സിലെ ഫസ്റ്റാണ്. കൃഷ്ണനും ഞാനൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പത്തിലാണെന്ന് വേണേൽ പറയാം. എനിക്ക് ഞാൻ കുട്ടിക്കാലം മുതൽ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് വന്ന് പ്രാർത്ഥിച്ചാലും അതെനിക്ക് സഫലാക്കി തരാറുണ്ട്. പലരും ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഓരോരോ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടറിഞ്ഞ് ഞാനും വന്നാണ്. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അനുഗ്രഹം ഭഗവാൻ തരും, പ്രാർത്ഥന ഭഗവാൻ കേൾക്കും എന്നുള്ള വിശ്വാസം കൊണ്ട് ഞാനും വന്നു. എൻ്റെ മോളുടെ ഒരു ജോലിക്കാരത്തിനായിട്ടാണ് ഞാൻ വന്നത്. 3-4 മാസമായിട്ട് ഞാൻ വഴിപാടൊക്കെ കഴിച്ച് പറ്റുമ്പോഴൊക്കെ വരാറുണ്ട്, പ്രാർത്ഥിച്ച് പോകാറുണ്ട്. ഭഗവാൻ നടത്തിത്തരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ വീണ്ടും വരുന്നു.
ഭഗവതേ വാസുദേവായ. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി ഈ ഭഗവാനെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരെ ഈ ഔഷധകൃഷ്ണൻ ഒരിക്കലും കൈവിടില്ല. ഈ ഔഷധകൃഷ്ണനെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനും ഈ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടത്തുന്ന തിരുവോണോട്ടിൽ പങ്കെടുക്കുന്നതിനും വർഷത്തിലൊരിക്കൽ കർക്കിടക മാസത്തിൽ നടത്തുന്ന ഔഷധ സേവയിൽ പങ്കെടുക്കുന്നതിനും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെയും മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി